വലിയ നടന്മാർക്ക് അവർക്കൊരു ഭയങ്കര കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യും. വിളിച്ചിട്ട് പറഞ്ഞു, അതായത് പല നടന്മാർക്കും അതായത് ഒരു ഷോട്ടിൽ അവർ കറക്റ്റ് ആയിരിക്കും, അടുത്ത ഷോട്ടിൽ ഇവർക്ക് ഈ കൺസിസ്റ്റൻസി ഇവർ കീപ്പ് ചെയ്യില്ല. അപ്പം പറഞ്ഞു ഈ മമ്മൂക്ക പോലുള്ള നടന്മാർക്ക് അല്ലെങ്കിൽ ഇവർക്ക് അത് A തൊട്ട് Z വരെയുള്ള ആ ഒരു വഴിയിൽ അവരെന്താണോ അത് എങ്ങനെ പോയാലും അവരുടെ ചലനത്തിലും നോട്ടത്തിലും സംസാരത്തിലും അത് കീപ്പ് ചെയ്യും എന്നുള്ളത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് കുറച്ച് മുൻകൂട്ടി കാണാൻ പറ്റണം അല്ലേ, എന്താ വരാൻ പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയാണ്, നമുക്ക് ഓർമ്മയാണ് അത് എനിക്ക് തന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും. നമ്മൾ അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലല്ലേ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് രണ്ടാമത് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ക്ലോസപ്പ് എടുത്തിട്ട് പത്മനാഭൻ സാർ പറഞ്ഞ ഓർമ്മയില്ല, ഡയലോഗ് പറഞ്ഞല്ലോ, ഒരു ക്ലോസപ്പ് എടുക്കുമ്പോൾ ഈ പുള്ളി പറയുക അന്നെടുത്ത ഷോട്ടിൻ്റെ ക്ലോസപ്പ് ഞാൻ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ അതേപോലെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. എനിക്കിതിപ്പോഴും വിശ്വാസം. അതുപോലെ ഒരു ഡയലോഗ് അവിടെ തപ്പിയിട്ട് നമുക്ക് കാണാപ്പാട് ഓർമ്മയുണ്ടായിരുന്നു, ഡയലോഗ് ഡബ്ബിയും പറഞ്ഞു. അതിന്റെ ഒരു സ്പേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞാലും ആ CD അതൊക്കെ ഇപ്പോഴും എന്നോട് ഭയങ്കര ദേഷ്യം പലതും അവർ പറഞ്ഞോടെ മറന്നുപോകുന്ന പല കാര്യങ്ങളും. ഇതിന്റെ ഒരു പോർട്രേയിൽ, രാഘവന്റെ ഒരു പോർട്രേയിൽ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജും ഒരു റെൻഡറിങ്ങും രണ്ട് കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഞാൻ അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ സൈലൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ഭയങ്കര. നമ്മൾ ഈ പടത്തിൽ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ്, സംസാരിക്കാതിരിക്കുന്നു. ഇപ്പം അപർണ ഭയങ്കര കച്ച 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 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ ചുമ്മാ മിണ്ടാതിരിക്കുന്ന ഒന്ന് കൂടുതൽ സീൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സൈലൻസ് ആണ്. അത് നമുക്ക് അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും. എനിക്കൊന്നും ഇപ്പോൾ അയാൾ ആലോചിക്കുന്നത് ഇവർ എഴുതാൻ പറയുന്നുണ്ട്, ഇയാളെ കൊണ്ട് എഴുതാൻ പറ്റുമോ, എന്താ എഴുതേണ്ടത്, അത് തന്നെ എനിക്ക് എപ്പോഴും ആലോചിക്കുന്നത്. ഇവർ വരുമ്പോൾ മാത്രമേ ഇയാളെ എപ്പോഴും ആലോചിക്കുന്നുണ്ടാവും. അല്ലാത്ത സമയത്ത് അയാൾ ഹി മസ്റ്റ് ബി എൻജോയിങ് ദ ഫ്രീഡം. അതെ, അയാളുടെ പയ്യൻ്റെ അടുത്തൊക്കെ വളരെ സ്വാതന്ത്ര്യം ഇങ്ങനെ ആഘോഷിക്കുകയാണ്, ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ കൂടും. വലിയ ബഹളമൊന്നും ഉണ്ടായിട്ടില്ല, അത്യാവശ്യം നാളെ ബിരിയാണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഒരു ബിരിയാണി അതൊക്കെ ഉണ്ടല്ലോ, ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ അത് പിടിക്കപ്പെട്ട അതിൻ്റെ ഒരു ടെൻഷൻ. really loved that scene. I think ആ സീൻ ഞാനില്ല ആ സീനിൽ, പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറിൻ്റെ റിയാക്ഷൻസ്. പയ്യൻ ചോദിക്കുമ്പോൾ വേണ്ട വളരെ ഇഷ്ടപ്പെട്ടു. ജീവിതത്തിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അല്ലേ, ഗ്യാപ്പുണ്ട്, ഒരു 20 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ്. വേറൊരു സ്പേസിലേക്കാണ് വന്നത്. അതിപ്പോൾ 20 വർഷം ശേഷം ഇയാൾ ലോകം കാണുന്നുണ്ട്, 20 yearsന്റെ ലോകം കാണുന്നുണ്ട്. എനിക്കിപ്പോൾ അപ്പോൾ ഓർമ്മ വന്നത്, ഞാൻ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും എൻ്റെ അമ്മയുടെ വീട്ടിലാണ് പഠിച്ചത്. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് ഒരു വെക്കേഷൻ സമയത്തേക്കായിരിക്കും നമ്മൾ തിരിച്ച് ചെമ്പിലേക്ക് വരുന്നത്. ഇവിടെ എരമല്ലൂർ ചന്ദ്രൂരിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ ചെമ്പിലേക്ക് എറണാകുളത്ത് നിന്ന് ബസ് കയറി വരുമ്പോൾ ഞാൻ ഈ ബസ്സിലിരുന്ന് ഇങ്ങനെ നോക്കും. ഒരു മാസമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു മാസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കും ഞാൻ. ഇങ്ങനെ അത് ശരിക്കും വളരെ വിസിബിളാണ്. നമുക്ക് നല്ലോണം കണ്ടാൽ മനസ്സിലാവും മാറ്റം. ഈ നോട്ടം അന്ന് ഈ കാറിലൊന്നും നോക്കില്ലേ, ഇങ്ങനെ ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞു. ആ മുറിയുടെ ജനലയിലൂടെ ഇയാൾ പുറത്തേക്ക് നോക്കുമ്പോഴും ഈ വെമ്പലുണ്ട്. കാരണം ഇയാൾ ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒന്നും കണ്ടിട്ടില്ല. അന്ന് ഈ മറ്റേ 10, 30, 40 നിലയുള്ള അത്ര പൊക്കമുള്ള ബിൽഡിംഗ് ഒന്നും പുള്ളി കണ്ടിട്ടില്ല. ഇയാൾ നിൽക്കണ ഏകദേശം ഒരു 3ാമത്തെ നിലയില്ല. എന്നിട്ട് പോലും അയാൾക്ക് അത് അത്ഭുതമാണ്. അയാൾ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. ടോട്ടൽ ബിഹേവിയറിൽ ഈ ലോകം 20 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു വല്ലാത്ത. പിന്നെ ഈ രാഘവൻ വെളിയിലിറങ്ങുന്ന അയാളെ വെളിയിലിറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അപർണയുടെ ഇയാളെ വേറൊരു ജയിലിലേക്ക് മാറ്റിയത്. വെളിയിലൊന്നും ഇറങ്ങണ്ട, ഇവിടെ എല്ലാം ഭക്ഷണമൊക്കെ ഇവിടെ കൊണ്ട് തന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇയാളൊരു ദിവസം വെളിയിലിറങ്ങുന്നൊരു സീനുണ്ട്. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി ഇയാൾ റോഡിൽ കൂടെ പിന്നെ നടന്നു വരുന്നതായിട്ട് ഉള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് അതിനോട് ഞാൻ അതല്ല, ഇയാളൊന്ന് ഇറങ്ങുന്ന പ്രോസസ്സ് ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തത്. പടത്തിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം നമുക്ക് പോലെ ഒരാളെ വഴിക്കൊണ്ട് നടത്താറ് കുരിശല്ലേ അത്. നമുക്കാന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് അതും കൂടെ എടുക്കാം, കുഴപ്പമാവുന്ന അതാണ് നടന്റെ അല്ലേ. കോഴിക്കോടാണ് കൊണ്ടുവന്ന് കോഴിക്കോടാണ്, ബീച്ചാണ്, നമുക്കെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് അതും കൂടെ ചെയ്യാം. ഇത് മൊത്തം കുഴപ്പമാവുന്നു, കാരണം ചെയ്തു ടെൻഷനാണ്. ആളുകൾക്ക് അറിയില്ലല്ലോ നമ്മുടെ കഥാപാത്രവും കഥയും. ആൾക്കാർ അവർക്ക് ഷൂട്ടിംഗ് കാണുക എന്നുള്ള ത്രില്ല് മാത്രമേ ഉള്ളൂ, അവർക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. പക്ഷേ നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി മാറും. ഞാൻ പറഞ്ഞതല്ല, അങ്ങനെയുള്ള ഒന്നും ചെറിയ കാര്യങ്ങൾ
ഇതൊരു ആക്ടേഴ്സ് സജഷനാണ്, ഇതൊരു ഡയറക്ടേഴ്സ് സജഷൻ അല്ല. അതാണ് ഒരു നടന്റെ അയാൾക്ക് അത് പൂർണ്ണമാകണമെങ്കിൽ അതുകൂടെ വേണം തോന്നുന്നുണ്ടോ? ആ ഒരു സാധനം നമുക്ക് ഈ പറഞ്ഞാൽ എന്തുമോ ഒരുപാട് നമ്മുടെ എന്താ പറയണ്ടേ കഥയുടെ മുമ്പോട്ടുള്ള ഗതിയെ ഭയങ്കരമായിട്ട് സഹായിക്കും. കഥാപാത്രത്തിന്റെ വിജയത്തിന് വേണ്ടി ഇതൊരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല നമുക്കത് പറയുന്നത്, ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തിന് ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ആൾ മനസ്സിലാക്കുന്നതിനേക്കാൾ സംവിധായകൻ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഈ കഥാപാത്രം കൂടുതൽ നടൻ്റെ സ്വന്തമാവുന്നൊരവസ്ഥയുണ്ട്. അത് അറേഞ്ച് ചെയ്യാനൊരു കാരണമുണ്ട്. ഈ നമ്മളൊരു ക്യാരക്ടർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഹത്ത് പിടിച്ചാൽ എന്താ പറയുക, മറ്റേ അസ്ഥിയെ പിടിച്ചെന്ന് വെച്ചോ, പിന്നെ അയാൾ ചിന്തിക്കുന്ന പോലെ വരുള്ളൂ. അതെ, അവിടെ നിന്നാണ് ദാമോദരൻ മാഷും ഞാനും തമ്മിലുള്ള ചീത്ത വിളിക്കുണ്ടാകും. ദാമോദരൻ മാഷിന് മുമ്പിൽ നിന്ന് ദാമോദരൻ സോറി ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പം പറയുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. അന്നത്തെ സിനിമകളിൽ ഒരുപാട് അല്ല സാറിന് ചീത്ത പറയല്ല, അസഭ്യത്തോട് അടുക്കുന്ന വാചകങ്ങൾ മാഷ് എഴുതാൻ പ്രേരിപ്പിച്ചതിൻ്റെ ഒരു കാരണം ഞാൻ. കാരണം ഞാൻ ഈ ക്യാരക്ടറായിട്ട് ഞാൻ ഈ കംപ്ലീറ്റ് ഡയലോഗ് പറയുന്നത് മുഴുവൻ ചീത്തയാണ്. ചീത്ത വാക്കുകൾ വേണോ അങ്ങനെയോ ഇവിടെ മറ്റാണ് ഞാൻ അങ്ങനെ അത് മുഴുവൻ ഞങ്ങൾ അഭിനയം അയാളുടെ വരുന്നത്. ഞാനും മാഷും കൂടെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഞാൻ അവിടെ നിന്നിട്ട് അവിടെ അങ്ങനെ മാഷ് ഈ പറയുന്ന ചീത്ത വാക്കുകൾ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ചേർന്ന കുറച്ച് വാക്കുകൾ ഉണ്ടാകും. ചീത്ത വാക്ക് പറഞ്ഞാലും ഒരു മിസ്റ്റർ ചേർക്കും. മാഷ ഒന്ന് ഓർമ്മിച്ചാൽ നന്നായി. പക്ഷെ ഇത് വേറെ കാര്യമുണ്ട് രഞ്ജി, ഇതിനകത്തൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും കൂടെ വേണം നമുക്ക് സൗകര്യത്തിന്. കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ പാടാം. കാരണം നമ്മൾ ഇത് ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് വരാൻ പോകുന്ന റൈറ്ററും ഡയറക്ടറും കൂടെ അല്ല, ആക്ടറും ഡയറക്ടറും കൂടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ആക്ടർ ഒരു സിനിമയായിട്ട് കാലത്തെ വീട്ടിൽ നിന്ന് ഒരു സിനിമയും പുള്ളി ഷോട്ടൊക്കെ വെച്ചാൽ അങ്ങനെ അവിടെ നിന്ന് ആ ഷോട്ടിൽ ഇങ്ങനെ ഈ ഷോട്ടിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ടാവും. ഇയാളൊന്നും പറ്റുണ്ടാവില്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന ഷോട്ട് വെക്കുന്ന ഡയറക്ടറും ഈ വിചാരിക്കുന്ന പെർഫോമൻസ് നടന്ന ആക്ടറും കൂടെയാണ് സിംഗം. ആ വിഷ്വൽ സ്പേസ് കിട്ടിയാലേ പറ്റുള്ളൂ, ആക്ടർക്ക് അത് അഴിച്ചുവിടാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു സിനിമയിൽ ചിലപ്പോൾ അത് ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ എളുപ്പം നടന്നു.